ജർമ്മനിയിൽ 2.70 ലക്ഷം രൂപ വരെ ശമ്പളം. ഭാഷ നിർബന്ധമല്ല, ഫ്രീ റിക്രൂട്ട്മെന്റ്. നമസ്കാരം, വോയിസ് ഓഫ് RBRലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ വീഡിയോ അവസാന നിമിഷം വരെ കാണണമെന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. കാരണം ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന തൊഴിലവസരത്തിൽ പ്രതിമാസം ഏകദേശം 2.70 ലക്ഷം വരെ ശമ്പളവും സൗജന്യ റിക്രൂട്ട്മെന്റ്. അപേക്ഷിക്കുന്ന സമയത്ത് ജർമ്മൻ ഭാഷ നിർബന്ധമല്ല. കൂടാതെ ഭാഷാ പരിശീലനം, വിസ പ്രോസസ്സിംഗ്, താമസ സൗകര്യം, ജോബ് മാച്ചിങ്, കുടുംബത്തെ പിന്നീട് ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാനുള്ള സഹായം എന്നിവയും ലഭിക്കും. ഈ റിക്രൂട്ട്മെന്റ് എന്താണ്? ഇത് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സ് പുറത്തിറക്കിയ അന്താരാഷ്ട്ര റിക്രൂട്ട്മെന്റാണ്. ജർമ്മൻ സർക്കാരിൻ്റെ ഹാൻഡ് ഇൻ ഹാൻഡ് ഫോർ ഇന്റർനാഷണൽ ടാലന്റ് പദ്ധതിയുടെ ഭാഗമായി ഇൻഡോ ജർമ്മൻ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ സഹകരണത്തോടെയാണ് ഈ നിയമനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വിശ്വസ്തയുള്ള ഒരു റിക്രൂട്ട്മെന്റ് പ്രക്രിയയാണ്. ഈ റിക്രൂട്ട്മെന്റിലൂടെ 20 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിദേശത്ത് സ്ഥിരതയുള്ള ഒരു കരിയർ ആഗ്രഹിക്കുന്നവർക്ക് ഇത് മികച്ച അവസരമാണ്. ശമ്പളവും ആനുകൂല്യങ്ങളും. ഇപ്പോൾ എല്ലാവരും ആദ്യം ചോദിക്കുന്ന കാര്യം ശമ്പളമാണ്. ഈ തസ്തികയിൽ പ്രതിമാസം കുറഞ്ഞത് 2.70 ലക്ഷം രൂപ ശമ്പളം ലഭിക്കും. ഇതുകൂടാതെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വിവിധ സഹായങ്ങളും ലഭിക്കും. ജർമ്മൻ ഭാഷാ പരിശീലനം, യോഗ്യതാ അംഗീകാര നടപടികൾ, വിസ പ്രോസസ്സിംഗ് സഹായം, ജോബ് മാച്ചിങ്, ഇന്റർവ്യൂ സഹായം, ജർമ്മനിയിൽ എത്തിയ ശേഷമുള്ള ഇൻ്റഗ്രേഷൻ, താമസ സൗകര്യത്തിനുള്ള പിന്തുണ, പിന്നീട് കുടുംബാംഗങ്ങളെ ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാനുള്ള സഹായം. ഇത്തരത്തിൽ നിരവധി പിന്തുണകൾ പദ്ധതിയുടെ ഭാഗമായാണ് ലഭിക്കുന്നത്. ജർമ്മൻ ഭാഷ നിർബന്ധമാണോ? പലരും ചോദിക്കുന്ന ഒരു സംശയമാണ്. ജർമ്മൻ ഭാഷ അറിയില്ല, എനിക്ക് അപേക്ഷിക്കാമോ? ഉത്തരം: അതെ, അപേക്ഷിക്കാം. അപേക്ഷിക്കുന്ന സമയത്ത് ജർമ്മൻ ഭാഷ നിർബന്ധമല്ല. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ B1 ലെവൽ വരെ ജർമ്മൻ ഭാഷ പഠിക്കാൻ തയ്യാറാകണം. ഈ പരിശീലനം ഏകദേശം 12 മാസം വരെ നീളാം. നിലവിൽ A1, A2, B1 അല്ലെങ്കിൽ B2 ഭാഷാ യോഗ്യതയുള്ളവർക്ക് മുൻഗണന ലഭിക്കും. എന്നാൽ ഭാഷ അറിയാത്തവർക്ക് അവസരം ഇല്ല എന്നല്ല. ആർക്കൊക്കെ അപേക്ഷിക്കാം? ഈ റിക്രൂട്ട്മെന്റിന് ചില പ്രധാന നിബന്ധനകളുണ്ട്. നിലവിൽ ഇന്ത്യയിൽ താമസിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ. നിലവിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരെയും ക്രൂയിസ് കപ്പലുകളിൽ ജോലി ചെയ്യുന്നവരെയും ഈ റിക്രൂട്ട്മെന്റിൽ പരിഗണിക്കുന്നതല്ല. മുൻപ് ഇതേ റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷ നൽകിയവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. അപേക്ഷ എങ്ങനെ നൽകാം? അപേക്ഷ ഓൺലൈനായി നൽകണം. അതിനായി തയ്യാറാക്കേണ്ട രേഖകൾ: വിശദമായ CV, വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ, പ്രവൃത്തിപരിചയ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ആവശ്യമായ മറ്റ് രേഖകൾ. ഇവ ഉപയോഗിച്ച് നോർക്ക റൂട്ട്സ് ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ നൽകുന്നതിന് മുമ്പ് എല്ലാ വിവരങ്ങളും കൃത്യമായി പരിശോധിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പ്രധാന കാര്യം ഇപ്പോൾ പറയാം. ഈ റിക്രൂട്ട്മെന്റ് ജർമ്മനിയിലെ ഷെഫ് തസ്തികയിലേക്കാണ്. ആകെ 20 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യോഗ്യത: ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ ഹോട്ടൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി എന്ന വിഷയത്തിൽ 3 വർഷമോ 4 വർഷമോ ബിരുദം ഉണ്ടായിരിക്കണം. ടൂറിസം ഡിഗ്രി ഈ റിക്രൂട്ട്മെന്റിൽ പരിഗണിക്കുന്നതല്ല. കൂടാതെ ഷെഫ് തസ്തികയിൽ കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ്. പ്രായപരിധി 35 വയസ്സ്. വിദേശത്ത് മികച്ച ശമ്പളത്തിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഹോട്ടൽ മാനേജ്മെന്റ് മേഖലയിലുള്ളവർക്ക് ഇത് ശ്രദ്ധിക്കാവുന്ന ഒരവസരമാണ്. അപേക്ഷിക്കുന്നതിനു മുമ്പ് ഔദ്യോഗിക വിജ്ഞാപനം ശ്രദ്ധിച്ച് വായിച്ച് നിങ്ങൾ യോഗ്യരാണെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം അപേക്ഷിക്കുക. അപേക്ഷിക്കാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായി പിൻ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യൂ. വോയിസ് ഓഫ് RBR ചാനലിൽ ഇനിയും അംഗമായിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കേരള സർക്കാർ, കേന്ദ്ര സർക്കാർ വിദേശ ജോലി അവസരങ്ങൾ കൃത്യസമയത്ത് അറിയാൻ ബെല്ലൈക്കനും അമർത്താൻ മറക്കരുത്. കണ്ടതിന് നന്ദി, നമസ്കാരം.